ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ യാത്ര വൈകുണ്ഠ സ്വാമികളുടെ ജന്മസ്ഥലമായ സ്വാമിത്തോപ്പിലേക്കും അവിടെ നിന്ന് വൈകുണ്ഠ ക്ഷേത്രത്തിലേക്കുമാണ്. ആദ്യം കയറിയത് വൈകുണ്ഠ ക്ഷേത്രത്തിലാണ്. അദ്ദേഹം 6 വർഷം തപസ്സിരുന്ന സ്ഥലം ദർശിക്കാനുള്ള ഭാഗ്യം കിട്ടി. ആയിരങ്ങളാണ് ദിവസവും അവിടെ ദർശനം നടത്തുക. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അന്നത്തെ രാവിലത്തെ പൂജ കഴിഞ്ഞുള്ള പ്രസാദ വിതരണം കണ്ടു. ഞങ്ങളും പ്രസാദവും എല്ലാം വാങ്ങിച്ചു. അതുപോലെ ദാഹിച്ച് എത്തുന്നവർക്ക് ദാഹശമനത്തിനായി സംഭാരവും കൊടുക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് അത് വാങ്ങി കഴിച്ചിട്ട് ഉച്ചപൂജ കാണാനായി അവിടെ വിശ്രമിക്കുന്നത്. ആ വിശ്രമിക്കുന്ന ആൾക്കാരെ കാണാനായി കഴിഞ്ഞു. നല്ലൊരു ക്ഷേത്ര സമുച്ചയമാണ്. ഞങ്ങൾ അങ്ങനെ ക്ഷേത്രം വലം വെച്ചു, ചുറ്റിക്കറങ്ങി ക്ഷേത്രമെല്ലാം കണ്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൂലസ്ഥാന അമ്പലം കാണാനായി ഞങ്ങൾ എത്തി. 11 മണിയായതുകൊണ്ട് തന്നെ മൂലസ്ഥാന അമ്പലം നട അടച്ചു. 12 മണിക്കുള്ള ഉച്ചപൂജയ്ക്കുള്ള ഒരുക്കങ്ങളാണ് അമ്പലത്തിനകത്ത് നടക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് നട തുറക്കുകയുള്ളൂ. അപ്പം ആദ്യമായിട്ട് എത്തിയതാണ്. നട തുറന്ന് തൊഴുന്നതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കണം. ആ സമയം കൊണ്ട് ഞങ്ങൾ സ്വാമിത്തോപ്പും അവിടുത്തെ സ്വാമി കിണറും സ്വാമിയുടെ ജന്മഗൃഹമായ വീടും കാണാനായിട്ട് പുറത്തേക്കിറങ്ങി. പുറത്തേക്കിറങ്ങുന്ന റോഡെല്ലാം വീട് സൈഡുകളിലുള്ള കടകളിലും പൂജാ സാധനങ്ങളും സ്വാമിയുടെ ഫോട്ടോകൾ വിൽക്കുന്ന കടകളും നമുക്ക് കാണാം. ഈ കാണുന്ന വഴിയാണ് സ്വാമിത്തോപ്പിലേക്കുള്ള വഴി. എല്ലാവരും തലപ്പാവ് ധരിച്ചു വേണം കയറാൻ. ഞങ്ങൾക്കറിയില്ലായിരുന്നു. സ്വാമിയോടുള്ള ആദരസൂചകമായിട്ടാണ് തലപ്പാവ് എല്ലാവരും ധരിക്കുന്നത്. ഈ റോഡാണ് സ്വാമിത്തോപ്പിലോട്ടുള്ള വഴി. അതും നല്ല ഒരു അന്തരീക്ഷമാണ് ആ റോഡ് കാണുന്നത് തന്നെ. ധാരാളം സന്യാസിമാർ പോകുന്ന വഴിയിലിരിപ്പുണ്ട്. അവിടെ എത്തുമ്പോഴത്തേക്കും സ്വാമി കിണർ കണ്ടു. ആൾക്കാർ വെള്ളം കോരിയെടുത്ത് കുളിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്. ഇവിടെ കുളിച്ച് വെള്ളം കുടിച്ചതിന് ശേഷം അമ്പലത്തിൽ പോകണം, അതാണ് പുണ്യം എന്നാണ് പറയുന്നത്. ഞങ്ങൾക്കങ്ങനെ അറിയില്ലായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ്. ഈ കാണുന്ന വഴിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള വഴി. പോകുന്ന വഴിയിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വില്ലുവണ്ടി, കാളവണ്ടി എല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന ഒരിടം കാണാം. ശരിക്കും അതൊരു തോപ്പ് തന്നെയാണ്. എങ്ങും പച്ചപ്പും ആമ്പൽക്കുളവും താമരക്കുളവും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ആ വീട് ഷീറ്റിട്ട് സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും അവിടെയും പോയി തൊഴുതതിന് ശേഷമാണ് പോകുന്നത്. എല്ലായിടവും കണ്ണാടി തന്നെയാണ് പ്രതിഷ്ഠ. 1851 അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ഓരോരുത്തരിലും ദൈവം വിളങ്ങുന്നു എന്നാണ് സമഭാവനയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനടുത്തായി ആമ്പൽക്കുളം കണ്ടു, താമരക്കുളം കണ്ടു. എങ്ങും നല്ല പച്ചപ്പ്, നല്ല ഒരു അന്തരീക്ഷം. അതിനടുത്തായി തന്നെ സ്വാമിജിയുടെ ഒരു വിഗ്രഹവും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാണാം. കുറച്ചടുത്തായിട്ട് പണ്ടുകാലം ഉപയോഗിച്ചിരുന്ന കുറച്ച് ഉപകരണങ്ങളും കാണാം. കുറച്ച് മുന്നിലോട്ട് വരുന്ന വഴിക്ക് സ്വാമിജി കുറച്ചു കാലം തപസ്സിരുന്ന മറ്റൊരു സ്ഥലമുണ്ട്. അവിടെയും ഇപ്പോൾ ഒരു അമ്പലം പണിത് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അതിനടുത്തായി സ്വാമിജിയുടെ ബാല്യം മുതൽ സമാധി ആകുന്നത് വരെയുള്ള ഓരോ കാലഘട്ടത്തിലെയും ഓരോ സംഭവങ്ങൾ ഫോട്ടോയായി അവിടെ പതിച്ചിട്ടുണ്ട്. അതിലെല്ലാം തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഓരോന്നിനെയും കുറിച്ച് പറയാനായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഫോട്ടോ കണ്ടാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അപ്പോൾ ഈ സ്വാമിജിയുടെ പ്രവർത്തനങ്ങളാണ് നമുക്കിതിലൂടെ പറയാനായിട്ട് സാധിക്കുന്നത്. ദുർബല സമൂഹങ്ങളെ ചൂഷണം ചെയ്യുന്ന ഭരണവ്യവസ്ഥയെ അദ്ദേഹം ശക്തിയുക്തം വിമർശിച്ചു. മേൽമുണ്ട് ധരിക്കൽ സമരത്തിന് നേതൃത്വം നൽകി. എല്ലാ മനുഷ്യരും സമന്മാരാണെന്ന ആശയത്തിൽ ശക്തി പകർന്നുകൊണ്ട് സമത്വ സമാജം രൂപീകരിച്ചു. സ്വാമിജി സ്വജാതിക്ക് വേണ്ടി മാത്രം നിലകൊണ്ട വ്യക്തിയല്ല. 18ഓളം അവർണ ജാതിക്കാരെ ഒരുമിച്ച് കൊണ്ടാണ് അദ്ദേഹം സമത്വ സമാജം ആരംഭിച്ചത്. ജാതി വ്യവസ്ഥയ്ക്കും അനീതിക്കും എതിരെ പോരാടിയതുകൊണ്ട് തിരുവിതാംകൂർ രാജാവ് 110 ദിവസം ചിങ്കാരത്തോപ്പ് ജയിലിൽ അദ്ദേഹത്തെ അടച്ചു. മേലാളന്മാർ മാത്രം ധരിച്ച തലപ്പാവ് എല്ലാവരോടും ധരിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. എല്ലാ ജാതിയിലുള്ളവർക്കും സന്യാസം സ്വീകരിക്കാം എന്ന തൂവയിൽ പന്തിക്ക് ആഹ്വാനം ചെയ്തു. ജാതിമതഭേദമന്യേ എല്ലാവരെയും ഒരുമിച്ചിരുത്തി സമപന്തി ഭോജനം നടപ്പിലാക്കി. മതസൗഹാർദ്ദം പ്രോത്സാഹിപ്പിച്ചു. തിരുത്തപ്പെടേണ്ട വ്യവസ്ഥകൾക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ പോരാട്ടം. അഖിലത്തിരുട്ട്, അരുൾനൂൽ എന്നീ കൃതികൾ അദ്ദേഹം രചിച്ചു.
അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യന്മാരായ തൈക്കാട് അയ്യാവും ഷൺമുഖ വടിവേലുവും കൂടെ ഇത് എല്ലാവരിലും പ്രചരിപ്പിച്ചു. അവിടെ ഒരു സ്വാമിജിയെ കണ്ടു. അപ്പോൾ അവിടുത്തെ ഉത്സവ കാര്യങ്ങളെല്ലാം നമ്മളോട് വിശേഷങ്ങളെല്ലാം പറഞ്ഞു എന്നും സ്വാമിജിയുടെ ജന്മദിനം വളരെ വിശേഷപ്പെട്ടതാണ്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ വീണ്ടും അമ്പലത്തിലെത്തി. അവിടെ വന്നപ്പോൾ അതിനേക്കാൾ ആനന്ദകരമായ കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന മറ്റൊരു കാഴ്ച കണ്ടു. അമ്പലത്തിനകത്തും പുറത്തുമായി ആയിരങ്ങളാണ് തറയിലിരിക്കുന്നത്. ആണുങ്ങളെല്ലാം ഷർട്ടിടാതെ തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. ഒരു മന്ത്രം അവിടെ ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. ഇതെല്ലാവരും ഏറ്റു ചൊല്ലുന്നുണ്ട്. അത് കഴിഞ്ഞ് ദീപാരാധന നടക്കുന്നു. ദീപാരാധനയും നടന്നു കഴിഞ്ഞിട്ട് അമ്പലത്തിനകത്തു മുതൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വരെ എല്ലാവർക്കും അവർ ഇരിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ പ്രസാദം കൊണ്ടു കൊടുക്കുകയാണ്. വെറ്റിലയും അടയ്ക്കയും ചന്ദനവെള്ളവും മറ്റൊരു സ്പെഷ്യൽ ഐറ്റം മിഠായി വിതരണം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരിലും എത്തിയതിന് ശേഷമേ അവിടെ നിന്ന് എണീക്കാവൂ. അതെല്ലാം ഞങ്ങളും വാങ്ങി അവിടെ നിന്നും എണീറ്റു. അപ്പോഴത്തേക്ക് എല്ലാവർക്കും അവിടെ ആഹാരം ഉണ്ട്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഈ പറഞ്ഞതുപോലെ സ്വാമി പറയുന്നത് പോലെ സമപന്തി ഭോജനം എല്ലാവരും ഒരേപോലെ തറയിലിരുന്ന് തന്നെയാണ് കഴിച്ചത്. അപ്പം എന്തായാലും നമുക്ക് കണ്ണുകളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് അവിടെ കണ്ടത്. ഭയങ്കര ഒരു ആനന്ദം നമുക്കും ലഭിക്കും. തീർച്ചയായും ഒരിക്കലെങ്കിലും പോയി കാണണം.